ആർത്താഡ് സെന്റ് തോമസ് LP സ്കൂളിന്റെ 2024-25 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ക്രിസ്തുവിന്റെ വത്സല ശിഷ്യനായ മാർ തോമസ് ലീഹായുടെ പാദസ്പർശത്താൽ പരിപാവനമായ പുണ്യഭൂമിയിൽ സ്ഥാപിതമായതാണ് ഈ പള്ളിക്കൂടം. ഒരു നൂറ്റാണ്ടിലേറെ കാലമായി അനേകരെ വിജ്ഞാനത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ സെന്റ് തോമസ് LP സ്കൂൾ ആർത്താറ്റിനെ എന്നും അഭിമാനമായി നിലകൊള്ളുന്നു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോയ് അടമ്പുകളം, സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഷിജോ മാപ്രാണത്തുകാരനുമാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്ട്രസായി ശ്രീമതി ജെസി ടീച്ചർ, സഹപ്രവർത്തകരായി അനി ടീച്ചർ, സിസ്റ്റർ ഫിജി, രഞ്ജി ടീച്ചർ എന്നിവരും, നഴ്സറി ടീച്ചർമാരായി സാലി ടീച്ചറും സോണി ടീച്ചറും, സപ്പോർട്ടിംഗ് സ്റ്റാഫായി ലിജ ടീച്ചറും സേവനമനുഷ്ഠിച്ചു വരുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ പോഷകസമൃദ്ധമായ ഉച്ചഭക്ഷണം നൽകി വരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് ഒരമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ കുട്ടികളെ പരിപാലിക്കുന്ന ഗീത ചേച്ചി എന്നും നമ്മോടൊപ്പമാണ്. പ്രവേശനോത്സവം ജൂൺ 3 പ്രവേശനോത്സവത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തെ വിദ്യാലയം വരവേറ്റത്. അധ്യാപകർ ഏറെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ വരവേറ്റു. സ്കൂൾ മാനേജർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ പ്രിയ സജീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചർച്ച് ട്രസ്റ്റി ശ്രീ NK ജോബ്, ശ്രീമതി നിഷ സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ശ്രീമതി കൃഷ്ണപ്രിയ, OSA പ്രസിഡന്റ് ശ്രീ ജോജി ജോർജ്, MPTA പ്രസിഡന്റ് ശ്രീമതി നിഷ അജിത് എന്നിവർ സന്നിഹിതരായിരുന്നു. നവാഗതർക്ക് എഴുത്തിനിരുത്ത് ശ്രീമതി പ്രിയ സജീഷിന്റെ നേതൃത്വത്തിൽ നോട്ട്ബുക്ക് വിതരണം എന്നിവ ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഉച്ചഭക്ഷണം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സദ്യ നൽകി. PTA ജനറൽ ബോഡി. ഏതൊരു വിദ്യാലയത്തിന്റെയും പ്രവർത്തനം സുഗമമാകണമെങ്കിൽ ശക്തമായ ഒരു PTA ഉണ്ടായിരിക്കണം. ആർത്താഡ് സെന്റ് തോമസ് സ്കൂളിനും വളരെ ഊർജ്ജസ്വലമായ ഒരു PTA ഉണ്ട് എന്നതിൽ ഏറെ അഭിനന്ദനാർഹമാണ്. ജൂൺ 25 PTA ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് ശ്രീ ബിജു PA, MPTA പ്രസിഡന്റ് ശ്രീമതി രമ്യ രജീഷ്. തുടർന്ന് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. യാത്രയയപ്പ്. 21 വർഷത്തെ സുത്യർഹമായ സേവനത്തിന് ശേഷം സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ പുതുശ്ശേരിയിലേക്ക് പ്രധാന അധ്യാപികയായി സ്ഥലം മാറിപ്പോയ അൽഫോൺസ ടീച്ചർക്ക് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഷിജോ മാപ്രാണത്തുകാരന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നടത്തി. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് PTA പ്രസിഡന്റ് ശ്രീമതി കൃഷ്ണപ്രിയ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അന്നേ ദിവസം പോസ്റ്ററുകൾ കുട്ടികൾ തയ്യാറാക്കി. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും സിസ്റ്റർ ഫിജി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. വായനാ ദിനം. അറിവ് നേടാനുള്ള ഏറ്റവും പ്രധാന മാർഗം വായനയാണ്. വായനയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കാനായി പ്രസംഗ മത്സരം, ക്യൂസ്, വായനാ മത്സരം, ചിത്രരചന, ലൈബ്രറി നവീകരണം എന്നീ പരിപാടികൾ വായനാ ദിനത്തിനോടനുബന്ധിച്ച് നടത്തി. യോഗാ ദിനം. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് ഉത്തമമാണ് യോഗ. യോഗയുടെ ഗുണങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സിസ്റ്റർ ഫിജിയുടെ നേതൃത്വത്തിൽ യോഗാസനങ്ങൾ പരിശീലിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നീ വസ്തുക്കളിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു. അതുകൊണ്ട് ആരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ
നമ്മളുടെ ആരോഗ്യത്തെയും പഠനത്തെയും നശിപ്പിക്കും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കൂ എന്ന സന്ദേശം ഉയർത്തി ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കുട്ടികൾ പോസ്റ്ററുകൾ തയ്യാറാക്കി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ബഷീർ ദിനം. ബഷീർ ദിനത്തിനോടനുബന്ധിച്ച് ബഷീറിന്റെ കഥയിലെ കഥാപാത്രങ്ങളെ അനുകരിച്ചുകൊണ്ട് പ്രച്ഛന്നവേഷ മത്സരം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ച് ഡോക്യുമെന്റേഷൻ സംഘടിപ്പിച്ചു. ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തിനോടനുബന്ധിച്ച് രഞ്ജി ടീച്ചറുടെ നേതൃത്വത്തിൽ ചിത്ര പ്രദർശനം നടത്തി. മുൻ പ്രധാന അധ്യാപകൻ ബിന്നറ്റ് മാഷ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ മത്സരവും കവിതാലാപനവും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കൊടി ഉയർത്തുകയും വാർഡ് കൗൺസിലർ ശ്രീമതി പ്രിയ സജീഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ക്രാഫ്റ്റ് മത്സരം, പ്രസംഗം, ക്വിസ് എന്നിവ നടത്തുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ടീച്ചേഴ്സ് ഡേ. മാതാപിതാ ഗുരു ദൈവം എന്ന തത്വം ജീവിതത്തിലൂടെ അറിയുന്നവരും പകർന്നു കൊടുക്കുന്നവരുമാണ് ഓരോ അധ്യാപകനും. അധ്യാപന വൃത്തിയുടെ ഉത്തരവാദിത്തം വളരെ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്ന ഓരോ അധ്യാപകന്റെയും ജീവിതം ഒരു സമർപ്പണമാണ്. ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി സ്മരണ പുതുക്കി പ്രച്ഛന്നവേഷ മത്സരം, ക്യൂസ്, പ്രസംഗം, പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങൾ നടത്തി. PTA നേതൃത്വത്തിൽ സേവനവാരം ആചരിച്ചു. കേരളപ്പിറവി. സെന്റ് തോമസ് LP സ്കൂൾ കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിച്ചു. അന്നേ ദിവസം സദ്യ നടത്തുകയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ശിശുദിനം. ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം കെങ്കേമമായി ആഘോഷിക്കുകയുണ്ടായി. ചാച്ചാജിയുടെ വേഷമണിഞ്ഞെത്തിയ പിഞ്ചോമനുകൾ ഏവരുടെയും മനം കവർന്നു. ശിശുദിന റാലിയും സംഘടിപ്പിച്ചു. റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് ചിത്രരചന, പ്രസംഗ മത്സരം, ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. വിജയികൾക്ക് BRCയുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബദനി സ്കൂളിൽ വെച്ച് നടന്ന എക്സിബിഷനെ സ്കൂളിൽ നിന്നും കുട്ടികളെ പങ്കെടുപ്പിച്ചു. ആഘോഷങ്ങൾ. തിരുഹൃദയ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാലയത്തെ എല്ലാ വർഷവും തിരുനാൾ ദിനം ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുകയും വെഞ്ചരിക്കുകയും ചെയ്യുന്നു. ഓണാഘോഷം. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം വളരെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മാവേലി മന്നനെ വരവേൽക്കുകയും ഓണപ്പൂക്കളമൊരുക്കുകയും ചെയ്യുന്നു. അധ്യാപകരുടെയും PTA-കാരുടെയും നേതൃത്വത്തിലുള്ള വിഭവസമൃദ്ധമായ സദ്യയും കളികളും മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റൊലി കൂട്ടി.
സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഏവർക്കും ഓണാശംസകൾ നേർന്നു. ക്രിസ്തുമസ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും PTA-കാരുടെയും നേതൃത്വത്തിൽ മനോഹരമായ പുൽക്കൂടും നിർമ്മിച്ചു. മാനേജർ റവറൻ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ക്രിസ്മസ് സന്ദേശം നൽകുകയും കേക്ക് മുറിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും PTA-കാരുടെ നേതൃത്വത്തിൽ കരോൾ ഗാനവും സംഘടിപ്പിച്ചു. ജൂലൈ 3 സെന്റ് തോമസ് ഡേയോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക സംഗമം നടത്തുകയുണ്ടായി. അക്കാദമിക പ്രവർത്തനങ്ങൾ. എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് നേടിയ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ LSS പരീക്ഷയ്ക്ക് ഒരുക്കുകയും അവർക്ക് തീവ്ര പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി തീർത്ത VS സ്കോളർഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. മെറിറ്റ് ഡേയിൽ ഓരോ ടീമിലും അക്കാദമിക് മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് ബാഡ്ജ് നൽകി ആദരിക്കുന്നു. ഈ അധ്യയന വർഷം കവി കുഞ്ഞുണ്ണി മാസ്റ്റർ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് ആഗ്നേയ്, സായന്ത്, ആദിലക്ഷ്മി എന്നിവർ അർഹരായി. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാസ് പരിശീലനം സിസ്റ്റർ ഫിജിയുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. അസംബ്ലിയിൽ കുട്ടികളെ കൊണ്ട് മലയാളം, ഇംഗ്ലീഷ് എന്നീ പാഠപുസ്തകങ്ങൾ ഹെഡ് മിസ്ട്രസ് ജെസി ജോസഫിന്റെ നേതൃത്വത്തിൽ വായിപ്പിച്ചു വരുന്നു. അസംബ്ലിയിൽ നടത്തുന്ന ഈ പാഠവായന കുട്ടികളിലെ വായനയെ പരിപോഷിപ്പിക്കുകയും മികച്ച രീതിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. സുധ ടീച്ചറുടെ നേതൃത്വത്തിൽ അബാക്കസ് പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് സ്ഥാനവിലയും ക്രിയകളും ഉറപ്പിക്കുന്നതിനും അനുദിന ജീവിതത്തിലെ ഗണിതക്രിയകൾ കൈകാര്യം ചെയ്യുന്നതിനും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ഗണിത വിജയം പദ്ധതിയിലൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗണിത കളികളിലൂടെ എളുപ്പത്തിൽ ഗണിതം കരസ്ഥമാക്കുവാനും ഗണിതം പരിശീലിപ്പിക്കാനും സാധിക്കുന്നു. ശാസ്ത്ര വിഷയങ്ങളോടും പരീക്ഷണങ്ങളോടും കുട്ടികളിൽ പ്രാവീണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കുട്ടികളെ വിജ്ഞാനോത്സവത്തിൽ പങ്കെടുപ്പിച്ചു വരുന്നു. കോർപ്പറേറ്റ് പരീക്ഷ. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള കോർപ്പറേറ്റ് പരീക്ഷയ്ക്കുള്ള പരിശീലനം ജൂൺ മാസത്തിൽ തന്നെ ആരംഭിക്കുകയും കുട്ടികളുടെ ചിട്ടയായ പഠനത്തിൻ്റെ ഫലമായി 80% വിജയം നമ്മുടെ സ്കൂളിനെ കൈവരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടു കൂടിയും അറിയിക്കുന്നു. പഠന പിന്തുണ പ്രവർത്തനങ്ങൾ. കുട്ടികൾ എന്നും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകളും ഒരാളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ സ്കൂളിൽ പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഓരോരുത്തരെയും പഠന നിലവാരത്തിനനുസരിച്ച് വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും വ്യക്തിഗതമായി അവരെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. കലാകായിക പ്രവൃത്തി പരിചയമേള. കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി മത്സരങ്ങൾ നടത്തുകയും സ്കൂൾ തലത്തിൽ മികവ് പുലർത്തിയ കുട്ടികളെ കുന്നംകുളം ഉപജില്ലാ മേളയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. പേപ്പർ ക്രാഫ്റ്റ്, വെജിറ്റബിൾ പ്രിന്റിംഗ്, പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള നിർമ്മാണം, ലളിതഗാനം, പദ്യം ചൊല്ലൽ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ആംഗ്യപ്പാട്ട്, മലയാളം, ഇംഗ്ലീഷ്, കടങ്കഥ എന്നീ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും നല്ല ഗ്രേഡുകൾ നേടിയെടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയുകയും ചെയ്തു. പാഠ്യേതര പ്രവർത്തനങ്ങൾ. കരാട്ടെ. കുട്ടികൾക്ക് സ്വയം പ്രതിരോധം ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം നൽകി വരുന്നു. ദീപശിഖ. 2024 പാരീസിൽ നടന്ന ഒളിമ്പിക്സിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ
PTA പ്രസിഡന്റ് ശ്രീ ബിജുവിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ദീപശിഖ നൽകി ഉദ്ഘാടനം ചെയ്തു. കളേഴ്സ് ഡേ. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കളേഴ്സ് ഡേ നടത്തി. മഞ്ഞ, നീല, പച്ച, പിങ്ക് എന്നീ നിറത്തിലുള്ള ഡ്രസ് ധരിച്ച് അന്നേ ദിവസം കുട്ടികൾ എത്തി. വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഫ്രൂട്ട്സ് ഡേ. LKG UKG ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഡേ നടത്തി. അന്നേ ദിവസം കുട്ടികൾ പലതരത്തിലുള്ള ഫ്രൂട്ട്സിന്റെ വേഷം ധരിച്ചു വന്നു. ഓരോ ഫ്രൂട്ട്സിനെയും പരിചയപ്പെടുത്തി. Happy, happy, happy fruits. Happy fruits. Happy fruits. Happy, happy, happy fruits. Happy fruits. Happy fruits. കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് അനിൽ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നൃത്ത പരിശീലനം നൽകി വരുന്നു. സൈമൺസ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കണ്ണ് പരിശോധന നടത്തി. സ്കൂളിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി നടത്തിവരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തുകയും പേപ്പട്ടി വിഷബാധ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. കുട്ടികൾക്ക് വിരഗുളിക വിതരണം ചെയ്തു. വിനോദയാത്ര. 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ വിനോദയാത്ര നടത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്നതായിരുന്നു യാത്ര. നവംബർ 26 കുട്ടികളുമായി ഫ്ലോറ ഫാന്റസിയയിലേക്കാണ് യാത്ര തിരിച്ചത്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. വിനോദയാത്രയ്ക്ക് ശേഷം കുട്ടികളുടെ മാനസികാരോഗ്യക്ഷമത വർദ്ധിക്കുകയും അവർക്ക് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും സാധിച്ചു. കോർപ്പറേറ്റ് വിസിറ്റ്. നവംബർ 29 കോർപ്പറേറ്റ് മാനേജർ റെവറൻഡ് ഫാദർ ജോയ് അടമ്പുകുളം സ്കൂളിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി. സ്കൂളിന്റെ പ്രവർത്തനങ്ങളും അക്കാദമിക പ്രവർത്തനങ്ങളുടെയും വിലയിരുത്തൽ ലക്ഷ്യമാക്കിയാണ് മാനേജറും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അടങ്ങുന്ന സംഘം എത്തിയത്. വ്യക്തിഗതമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിലയിരുത്തൽ നടത്തി. ഏറ്റവും മികച്ച രീതിയിലാണ് അക്കാദമിക പ്രവർത്തനങ്ങളും സ്കൂൾ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നതെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തി. ഭൗതിക സാഹചര്യങ്ങൾ. ഏതൊരു സ്കൂളിൻ്റെയും വിജയത്തിന് പ്രധാനമാണ് ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ. 2024-25 എന്ന വർഷത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകിയവർ: ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ്റെ നേതൃത്വത്തിൽ 5 മേശകൾ സ്കൂളിലേക്ക് നൽകി. വാഴപ്പള്ളി ഫാമിലി 3 ഫാൻ വിതരണം ചെയ്തു. OSA പ്രസിഡന്റ് ഡോക്ടർ ജോജി ജോർജിന്റെ നേതൃത്വത്തിൽ 1 ഫാനും 1 ക്ലോക്കും നമ്മുടെ സ്കൂളിന് നൽകുകയുണ്ടായി. നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ അനിൽ മാഷും PTA അംഗങ്ങളും ചേർന്ന് സ്കൂളിലേക്ക് ഊഞ്ഞാൽ നൽകുകയുണ്ടായി. ഉച്ചഭക്ഷണ പദ്ധതി. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിൽ പാലും മുട്ടയും നമ്മുടെ സ്കൂളിൽ നൽകി വരുന്നു. കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി ഉപ്പേരിയും മീൻ, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കറികളും നൽകുന്നു. കുട്ടികൾ തങ്ങളുടെ ജന്മദിനത്തിനോടനുബന്ധിച്ചും അല്ലാതെയും പച്ചക്കറികളും മറ്റും ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് സംഭാവന നൽകാറുണ്ട്. പള്ളിയിൽ നിന്നും നാളികേരം ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ലഭിക്കാറുണ്ട്. സ്കൂളിന്റെ 105-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, പൂർവ്വ അധ്യാപകർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്കും, രക്ഷകർത്താക്കൾക്കും നന്ദി പറയുന്നു. ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും താങ്ങും തണലുമായി വർത്തിക്കുന്ന തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയോടും കുന്നംകുളം ഉപജില്ലാ ഓഫീസിനോടും കുന്നംകുളം മുനിസിപ്പാലിറ്റിയോടും ചൊവ്വന്നൂർ BRCയോടും പ്രത്യേകം നന്ദി പറയുന്നു. നാളിതുവരെയും ഞങ്ങളോട് സഹകരിച്ച എല്ലാ വ്യക്തിത്വങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് മാന്യ സദസ്സിന് മുൻപാകെ സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു.